പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതീവ ഗുരുതരമായ ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ജനുവരി 9 തിരുവനന്തപുരത്തെ 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3 നിന്ന് ഒരു വിധിന്യായം വന്നു. ആ മജിസ്ട്രേറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് കോടതി ലക്ഷ്യമാകും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോടതിയുടെ പേര് മാത്രം പറയുന്നത്. ആ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് 14 ദിവസം റിമാൻഡ് ചെയ്യാൻ തിരുവനന്തപുരത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 നിന്ന് ഒരു വിധിന്യായം വന്നല്ലോ. ആ വിധിന്യായത്തിൽ മജിസ്ട്രേറ്റ് പറഞ്ഞ കാര്യങ്ങളോട് ചില കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കാൻ വേണ്ടി റിമാൻഡിലാക്കുന്നതിന് വേണ്ടി അയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ആ കോടതി പുറപ്പെടുവിച്ച വിധിന്യായം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ വിധിന്യായം. ആ വിധിന്യായത്തിൽ ഈ കോടതി ഉന്നയിച്ച ചില കാര്യങ്ങൾ സംബന്ധിച്ച് ചില മറുപടികൾ പൊതുജനങ്ങളോട് പറയാൻ ആ കോടതി ബാധ്യസ്ഥമാണ്. ആ കോടതിയോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മൂർച്ചയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം സംഭവം നോക്കാം. എന്താ സംഭവം? 2023 ഡിസംബർ 20 യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു. അത് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ മാർച്ച് നടക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ മഞ്ചേശ്വരത്തു നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് എന്ന് പറഞ്ഞ ആ മറിയക്കുട്ടി ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിനോദയാത്രയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി പഴയങ്ങാടി മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിട്ട് അടിയോടടിയായിരുന്നു. ആര്? DYFIയുടെയും SFIയുടെയും ഒക്കെ ക്രിമിനലുകൾ അടിച്ചടിച്ചടിച്ചടിച്ച് അടികൊണ്ട് തലപൊട്ടി, കൈപൊട്ടി, കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, തലയോട്ടി പൊട്ടി, മൂക്കിൽ നിന്ന് ചോര വന്നു. ഇതെല്ലാം നടന്ന അവസാനം കൊല്ലത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അല്ലെങ്കിൽ VIP-യുടെ അംഗരക്ഷകർ കൺമുൻപിൽ കയ്യെത്തും ദൂരത്ത് ഉണ്ടാകണമെന്നാണ് പ്രോട്ടോക്കോൾ പറയുന്നത്. ആ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയി ഏതാണ്ട് 100 മീറ്റർ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വന്നിട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ ഈ മർദ്ദനത്തിൻ്റെ പുറത്ത് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അതിനെ തുടർന്നാണ് 2023 ഡിസംബർ 20 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് വെച്ചത്. വളരെ പ്രകോപനപരമായിരുന്നു അന്തരീക്ഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു മാസമായിട്ട് അടികൊണ്ട് ഓടുകയായിരുന്നു. അവർക്ക് നിവൃത്തിയില്ലാതെ അവർ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഇമോഷണലി ചാർജ്ഡ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവിടെ പിന്നെ മാർച്ച് നടന്നത്. സ്വാഭാവികമായും പ്രകോപിതരായ യൂത്ത് കോൺഗ്രസ്സുകാരെ അവിടെ പോലീസുമായിട്ട് സംഘടനയൊക്കെ ഉണ്ടാക്കാൻ സ്വാഭാവികമാണ്. അതൊന്നും ആദ്യമായിട്ട് ഇവിടെ ലോകത്ത് നടക്കുന്നൊന്നുമല്ല. സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആദ്യമായിട്ടൊന്നുമല്ല നടക്കുന്നത്. CPM-കാരും DYFI-കാരും ഒക്കെ പോലീസിനെ ഓടിച്ചിട്ട് തല്ലിച്ചതച്ച് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പുതുമയൊന്നുമല്ല. അപ്പോൾ ആ മാർച്ചിന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ നേതൃത്വം നൽകി. അയാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അയാൾ നേതൃത്വം നൽകി. സ്വാഭാവികമായി അവിടെ സംഘടന ഉണ്ടായി, പോലീസിനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി, പോലീസ് തിരിച്ചടിക്കുന്ന സംഭവം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായ സമയത്തും രാഹുൽ മാങ്കൂട്ടം നേരിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടം ആരെങ്കിലും പട്ടിയെടുത്ത് അടിക്കുന്ന സംഭവം ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടം പോലീസിനെ അടിക്കുന്ന സംഭവം ഉണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടം പോലീസിനെ അടിച്ച് കൈ ഓടിക്കുന്ന സംഭവം ഒന്നും ഉണ്ടായില്ല. പക്ഷേ സ്വാഭാവികമായും ആ മാർച്ച് നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതാണ്
അയാളുടെ ഇതിനകത്തെ ഒരു കോംപ്ലിസിറ്റി, അതിനകത്തുള്ള അയാളുടെ ഒരു പങ്കാളിത്തം, അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 20-ാം തീയതി പിന്നെ മാർച്ച് നടന്നു. ജനുവരി 19 വരെ ഒന്നും സംഭവിച്ചില്ല. അയാളെ 4-ാം പ്രതിയായി കേസെടുത്തു. 1-ാം പ്രതി വി ഡി സതീശൻ, 2-ാം പ്രതി ഷാഫി പറമ്പിൽ, 3-ാം പ്രതി എ വിൻസെൻ്റ്, 4-ാം പ്രതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ആ 20-ാം തീയതിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം ഒരുപാട് പിന്നെ യോഗങ്ങളിൽ പങ്കെടുത്തു. ആ യോഗങ്ങളിൽ പങ്കെടുത്ത സമയത്തൊന്നും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തില്ല. അങ്ങനെ 19-ാമത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? വെളുപ്പാങ്കാലത്ത് അയാളുടെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അയാളുടെ കിടക്കമുറിയിൽ നിന്ന് അയാളുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അയാളെ വലിച്ചിറക്കി കൊണ്ടുപോവുകയാണ്. സുപ്രീം കോടതിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് പിണറായിയുടെ ഈ പോലീസ്, പിണറായിയുടെ ആണല്ലോ ഇപ്പോൾ പോലീസ്, ആ പോലീസ് ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അയാളുടെ വീടിന് മുമ്പിൽ നിന്ന് അയാളുടെ അമ്മയുടെയും ബന്ധുക്കളുടെ മുമ്പിൽ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് അയാളെ കൊണ്ടുപോയി പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. വൈദ്യപരിശോധന നടത്തുന്നു. അതിനുശേഷം കോടതി ചെല്ലുന്നു. കോടതിയിൽ ചെന്നിരുന്നു. വാദം നടക്കുന്നു സമയത്ത് പിന്നെ പ്രോസിക്യൂഷൻ ഇയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അവർ പറയണമല്ലോ, അവരുടെ റിക്വയർമെൻ്റ് അതാണല്ലോ, അത് പറയുന്നു. അത് പറയുമ്പോൾ പിന്നെ പ്രതിഭാഗം അതിന് മറുപടി പറയുന്നു. അപ്പോൾ ആ മറുപടി പറഞ്ഞതിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവരെല്ലാ പിന്നെ കാര്യങ്ങളും നിഷേധിച്ചതിന് ശേഷം അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. എന്താണ് അത്? പിന്നെ പ്രതിഭാഗത്തിൻ്റെ അതായത് പ്രതിഭാഗം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാരഗ്രാഫ് 4 പറഞ്ഞിരിക്കുന്നു. ഹി ലാസ്റ്റ്ലി സബ്മിറ്റഡ്, അതായത് ജഡ്ജ്മെൻറ്റിൽ പറയാണ്, പ്രതിഭാഗം പറഞ്ഞു, സബ്മിറ്റഡ് ദാറ്റ് ദ പെറ്റീഷൻ വാസ് അഡ്മിറ്റഡ് ഫ്രം 3/1/2024 to 6/1/2024 in the Department of Neurology for recurrent TIA, left hemiparesis, tropical fever, dyslipidemia, and he was advised to take regular medications for the same. He, in support of the same, had produced a photocopy of the discharge summary of the treated hospital. ഇത് പറയുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനൊരു മറുപടിയും പറയുന്നില്ല. അപ്പോൾ ഇയാളെ തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇയാൾ ഈ ഡിസംബർ 20 ശേഷം തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്തപ്പോഴൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പ്രതിഭാഗം കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളാണ് പിന്നെ പ്രതിഭാഗം പ്രധാനമായി പറഞ്ഞത്. അതിന് പ്രോസിക്യൂഷൻ മറുപടി പറഞ്ഞതായിട്ടും ഈ പിന്നെ ജഡ്ജ് പിന്നെ ഓർഡറിൽ കാണുന്നില്ല. പ്രോസിക്യൂഷൻ ആ ഭാഗം തൊട്ടതായിട്ട് തന്നെ കാണുന്നില്ല. ഇനി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 അവരുടെ ഓർഡറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ ഒഫൻസ് വളരെ സീരിയസ് ആണ് എന്നാണ് അവർ പറയുന്നത്. ഈ പറഞ്ഞ പോലെ പട്ടികകളും അതുമൊക്കെയായി വന്നു ആക്രമിച്ചു എന്നൊക്കെ ഉള്ള നിലകൾ പറയുന്നു. വാക്കാൽ തന്നെ ആ കോടതി ചോദിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങൾ പട്ടികയായിട്ടാണോ പിന്നെ സമരം ചെയ്യാൻ വരുന്നത് എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അവർ ഈ പ്രതിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അതീവ ഗുരുതരമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യം, കോടതിയോട് ചോദിക്കാനുള്ള ചില ചോദ്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്തെങ്കിലും അക്രമ പ്രവർത്തനം നടത്തുന്നതായിട്ട് പ്രോസിക്യൂഷന് കാണിക്കാൻ കഴിഞ്ഞോ? കോടതി ഒന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. പട്ടികയെടുത്ത് അടിച്ചതൊന്നും രാഹുൽ മാങ്കൂട്ടമല്ല, കൂടെ ഉള്ളവരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ വേറെ ചില ചോദ്യങ്ങളും കോടതിയോട് ചോദിക്കാൻ കഴിയില്ല. കോടതി ചോദിച്ചു എന്നാ പറയുന്നത്, കോടതിയിൽ വെച്ച് ചോദിച്ചു എന്ന് പറഞ്ഞാൽ പട്ടികയുമായിട്ടാണോ പിന്നെ സമരത്തിന് വരുന്നതെന്നാണ് കോടതി ചോദിച്ചു എന്ന് പറഞ്ഞാൽ. പക്ഷേ കോടതി പിന്നെ പൂച്ചട്ടി കൊണ്ട് അടിച്ച് തല പൊട്ടിച്ചൊന്നും കോടതി കണ്ടില്ലായിരുന്നോ? പൂച്ചട്ടി കൊണ്ട് അടിച്ച് പൊട്ടിച്ചിരുന്നു, തല കനാലിൽ തള്ളിയിട്ടിരുന്നു, കോടതി കണ്ടില്ലായിരുന്നോ? കയ്യും കാലും അടിച്ച് പൊട്ടിച്ചു, തലയൊട്ടി അടിച്ച് പൊട്ടിച്ചു ഡിവൈഎഫ്ഐക്കാരൻ, കോടതി അതൊന്നും കണ്ടിട്ടില്ല. അവസാനം പിന്നെ ആലപ്പുഴയിലെ മറ്റേ വെച്ച്
മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ മാരകമായി മർദ്ദിച്ചു. അതൊന്നും കോടതി കണ്ടില്ല. ഈ മർദ്ദിച്ചതൊന്നും അവസാനം മർദ്ദിച്ചത് മാത്രമാണ് പോലീസുകാർ. അതിനു മുമ്പ് മർദ്ദിച്ചത് മുഴുവൻ DYFIക്കാരായിരുന്നു. അന്നേരം ഒന്നും കോടതിക്ക് ഈ പറഞ്ഞ പോലെ കോടതി സഡ കുടഞ്ഞ് എഴുന്നേറ്റില്ല. യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരം വന്നപ്പോൾ പട്ടി കൊണ്ട് അടിച്ചൊന്നും കോടതി അങ്ങ് വളരെ വൈകാരിക വിജൃംഭിതമാവുകയാണ്. കോടതി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഗവർണറെ തെമ്മാടിയെന്നും ചെറ്റയെന്നും കഞ്ചാവ് അടിക്കുന്നുവെന്നും പറഞ്ഞതും കോടതി കണ്ടിട്ടുണ്ടോ? കോടതി ഈ പട്ടികയുടെ കാര്യത്തിൽ വൈകാരികമാകുന്ന ഈ പട്ടികയുടെ കാര്യത്തിൽ ഇങ്ങനെ തുള്ളുന്ന കോടതിയോട് ഞാൻ ചോദിക്കുക, ആർഷോയെ PM ആർഷോ കണ്ടിട്ടുണ്ടോ? കോടതി കണ്ടിട്ടില്ല. പിണറായി വിജയൻ്റെ പോലീസാണ് കേരളം ഭരിക്കുന്നത് എന്ന് CPMൻ്റെ ഭാരവാഹികൾ പ്രസംഗിക്കുന്നൊന്നും കോടതി കണ്ടിട്ടില്ല. അങ്ങനെ കാണാത്ത കോടതി പട്ടികയും കൊണ്ടാണോ സമരത്തിന് വരുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ കോടതി കാണാത്ത ചില കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് കോടതിയോട് ചോദിക്കാണ്ട്. അതിന് കോടതി, ഞാൻ പേരൊന്നും ജഡ്ജിയുടെ പറയുന്നില്ല, പക്ഷേ കോടതി അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. കോടതി അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, 3 കോടതിയുടെ വിശ്വാസ്യതയല്ല, ജുഡീഷ്യറിയുടെ തന്നെ മൊത്തം വിശ്വാസ്യതയും ഞാൻ ഈ ചോദിക്കുന്ന പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ, അഭിഭാഷകർ എന്നുള്ള നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ എല്ലാം വിശ്വാസ്യത കൂത്തനെ ഇടിയും എന്ന് കോടതി കണ്ടോണം. കോടതി അവസാനം പറയുന്നു, എന്താ പറയുന്നത്? കൺസിഡറിംഗ് ദ സബ്മിഷൻ മെയ്ഡ് ബൈ ദ ലേണഡ് കൗൺസിൽ regarding the medical ground of the petitioner, it is pertinent to note that there is nothing discernible from the discharge summary that in which hospital the petitioner was admitted. Katoram, it is pertinent to note that there is nothing discernible from the discharge summary that in which hospital the petitioner was admitted. The name and seal of the hospital was not discernible from the discharge summary. It was also specifically stated in the discharge summary that at present the patient was symptomatically better and his vitals are stable. In order to make a clarification with regard to the medical ground alleged by the petitioner, this court had called for detailed medical report from prosecution. ഇത്രയാണ് പറഞ്ഞത്. അതിൽ ഓരോ വാചകം നമുക്ക് എടുക്കാം. ഒന്ന്, it is pertinent to note that there is nothing discernible from the discharge summary that in which hospital the petitioner was admitted. ഇതാണ് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിന് 4 പേജുണ്ട് കോടതി. 4 പേജുണ്ട്. ആ റിപ്പോർട്ട് കോടതി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അസംബന്ധങ്ങൾ വിളിച്ച് പറയില്ല. ഇതേത് ആശുപത്രിയുടെ റിപ്പോർട്ടാണിത്? ഇത് കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, കിംസ് ഹെൽത്ത്. എന്നിട്ട് കോടതി പറയുകയാണ് പെറ്റീഷണർ ഏത് ആശുപത്രിയിലാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്നിട്ട് കോടതി പറയുകയാണ് ദർ ഈസ് നത്തിങ് ഡിസേണബിൾ, സംതിങ് ഡിസേണബിൾ. കോടതി മനസ്സിലാക്കിയോ? കോടതി നത്തിങ് ഡിസേണബിൾ എന്നല്ലേ പറയുന്നത്. എന്നാൽ ഞാൻ ഈ മെഡിക്കൽ റിപ്പോർട്ട് സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചു. ഞാൻ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഡോക്ടർമാരെല്ലാം ഏക ശബ്ദത്തിൽ എന്നോട് പറഞ്ഞത് ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിയെ ഒരു കാരണവശാലും ജയിലിൽ അടയ്ക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. ഞാൻ അത്രയും മാത്രമേ കോടതിയോട് പറയുന്നുള്ളൂ. ഇതിൻ്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കോടതി. പക്ഷേ കോടതി അസംബന്ധമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നത്തിങ് ഡിസേണബിൾ എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധവും പൊട്ടത്തെറ്റും പച്ചക്കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയാണ് കോടതി. ഇനി ദ നെയിം ആൻഡ് സീൽ ഓഫ് ദ ഹോസ്പിറ്റൽ വാസ് നോട്ട് ഡിസേണബിൾ ഫ്രം ദ ഡിസീസ്. എന്താണ് കോടതി പറയുന്നത്? ഒരു മിനിമം നിലവാരം വേണ്ടേ കോടതികൾക്ക്? ഇതിലിനി എന്തിനാണ് സീലും പേരുമൊക്കെ എന്തിനാണ് കോടതി? എന്തിനാണ് ഇതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അതിനകത്ത് എന്തിനാണ് സീല്? ഇത് കിംസ് ഹെൽത്ത് എന്ന് പറഞ്ഞ ആശുപത്രിയുടെ റിപ്പോർട്ടല്ലേ? അതിൽ ഒരു കോടതി വന്നിരുന്ന് പറയുകയാണ് അതിനകത്ത് സീലുമില്ല പേരുമില്ല. ഞാൻ ചോദിക്കുന്നത് എന്താണ് ഞാനതിന് പറയുക? എനിക്കെതിരെ ഒരു കോടതിയലക്ഷ്യ കേസ് വന്നതാണ്. അതുകൊണ്ട് ഇനിയും ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനുള്ള ഫിറ്റിംഗ് റിപ്ലൈ ഞാൻ പറയുമായിരുന്നു. എന്നിട്ട് പറയാണ് ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ഇൻ ദ ഡിസ്ചാർജ് സമ്മറി ദാറ്റ് അറ്റ് പ്രസന്റ് ദ പേഷ്യന്റ് വാസ് സിംപ്റ്റോമാറ്റിക്കലി ബെറ്റർ ആൻഡ് ഹിസ് വൈറ്റൽസ് ആർ സ്റ്റേബിൾ. പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളത് എന്താണെന്ന് കോടതി വായിച്ചു നോക്കുകയോ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്ത് ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കോടതി അതൊന്നും ചെയ്തിട്ടില്ല. കോടതി അതൊന്നും ചെയ്യാതെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജയിലിലേക്ക് വിട്ട് 16 റിമാൻഡ് പ്രതികളുടെ കൂടെ ഇട്ടിരിക്കുകയാണ് കോടതി. ഓർത്തോണം, ഇത് ചെറിയ സംഭവമല്ല, വളരെ ഗുരുതരമാണ്. ഡോക്ടർമാരെല്ലാം ഏകസ്വരത്തിൽ എന്നോട് പറഞ്ഞത് ഈ മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിയെ ജയിലിൽ അടക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് കോടതിയോട് എനിക്ക് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. കോടതി എന്തുകൊണ്ടാണ് ഇത് കോടതി മോട്ടിവേറ്റഡ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും ജയിലിലടക്കാൻ പാടില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകാമായിരുന്നൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിക്കാതെ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 ഈ പ്രതിയെ ജയിലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിഗുരുതരമായിട്ടുള്ള പെശകാണ് എന്ന് കോടതിയോട് വളരെ മനോവിഷമത്തോടുകൂടി ഞാൻ പറയുന്നു. കാരണം ജനങ്ങളുടെ അവസാനത്തെ ആലയമാണ് കോടതി. എന്താണ് കോടതിക്ക് ഈ പ്രതിയെ ജയിലിൽ വിടണം ഇത്ര നിർബന്ധം എന്താണ്? അപ്പോ ഈ പ്രതിയെ ജയിലിൽ അടയ്ക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ് പ്രതിക്ക് എന്നുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ആശുപത്രിയിലെ വിശദമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ മെഡിക്കൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പ്രതിയെ 14 ദിവസം റിമാൻഡ് പ്രതികളുടെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കോടതിക്കാണ്. കോടതിയുടെ മോട്ടിവേഷനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ പറഞ്ഞാൽ വീണ്ടും ഞാൻ ജയിലിൽ പോകും. ഇപ്പം ഞാൻ ജയിലിൽ പോയാൽ ശരിയാവില്ല കോടതി. കാരണം ഒരു തവണ ജയിലിൽ പോയതാ, ഒരു കാരണവും ഇല്ലാതെ പിണറായി വിജയൻ എന്നെ ഒരു പ്രാവശ്യം ജയിലിൽ വിട്ടത്. ഇനി എനിക്ക് ജയിലിൽ പോകാൻ സൗകര്യമില്ല ഇപ്പോൾ തൽക്കാലം. രണ്ടാമതൊരു ജഡ്ജി കൈക്കൂലി മേടിച്ചു എന്നുള്ള വിഷയത്തിൽ ആ ആരോപണം ഉന്നയിച്ചു എന്നും പറഞ്ഞിട്ട് കോടതി ലക്ഷ്യ കേസ് വന്നതാണ് എനിക്കെതിരെ, ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തൽക്കാലം കോടതി ജയിലിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ കോടതിയുടെ മോട്ടിവേഷനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് ഒരിക്കലും ജയിലിൽ പോകാൻ പാടില്ല എന്ന കാണിക്കുന്ന ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ടും ആ മെഡിക്കൽ റിപ്പോർട്ടിൽ സീലുമില്ല, പേരുമില്ല, അതിലൊന്നും പറയുന്നില്ല എന്നുള്ള അസംബന്ധം പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ജയിലിൽ വിട്ട ഈ കോടതിയുടെ നടപടി അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഞാൻ പൊതുമണ്ഡലത്തോട് പറയുന്ന കാര്യങ്ങൾക്ക് ശക്തമായ മറുപടി പറയാൻ കോടതിക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഒരു പൊതുപ്രവർത്തകരും അഭിഭാഷകൻ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞില്ല എങ്കിൽ ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 3ാം കോടതിയുടെ മാത്രം പിന്നെ വിശ്വാസ്യതയല്ല, എല്ലാ കോടതികളുടെയും ജുഡീഷ്യറിയുടെ ആകെ തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ പ്രതിയെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഈ റിപ്പോർട്ട് തള്ളി ഈ പ്രതിയെ ജയിലിൽ നിലനിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ, അതിൻ്റെ ഈ പ്രത്യാഘാതങ്ങൾ മുഴുവൻ, അതിൻ്റെ റിപ്പർക്കഷൻസ് മുഴുവൻ തലയിൽ ചുമക്കേണ്ടത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ 1ാം ക്ലാസ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 ആയിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് കോടതിയോട് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ തൽക്കാലം ജയിലിൽ പോകാൻ മനസ്സില്ല, അതുകൊണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.